മോനെ കിടിലം പടം. മലയാളികൾക്ക് താങ്ങാൻ പറ്റില്ല, അത്ര കിടിലം പടം. ഓരോ ഇന്റർനാഷണൽ ലെവലാണ്, ഒരു രക്ഷയില്ല. സ്റ്റാഫ് ഒരു രക്ഷയില്ല, സെക്കൻഡ് ഹാഫ് അതിലും ഒരു രക്ഷയില്ല. പൊളി പടം, ഇന്റർനാഷണൽ ആയിട്ടാണ്. മലയാളികൾക്ക് ചിലപ്പോൾ ദഹിക്കാൻ പറ്റില്ല. സൂപ്പർ കിട്ടു സിനിമയാണ്, അടിപൊളിയാണ്. ഞാൻ നാളത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സെക്കൻഡ് ടൈം, രണ്ടാമത് ഒന്നുകൂടി കാണാനാണ് നാളത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ക്ലാരിറ്റിയാ, അതാണ് മെയിൻ. എല്ലാം സ്റ്റോറി പറയുന്നതും എല്ലാം സൂപ്പർ ആയിട്ട്, നല്ല ക്ലാരിറ്റി, നന്നായി മനസ്സിലാവും. എല്ലാം അടിപൊളിയായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. ചില ഫൈറ്റ് സീൻസ് ഒക്കെ പറയാതെ അടിപൊളിയായിട്ട് സൂപ്പർ. പൃഥ്വിരാജൻ മോഹൻലാൽ കൂട്ടുകെട്ട് അടിപൊളി, സൂപ്പർ. എല്ലാം കൊള്ളാം. ക്വാളിറ്റി പടം, ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല പടം. എടുത്തു പറയാൻ അങ്ങനെ മ്യൂസിക് കൊള്ളാം, പിന്നെ ലാലേട്ടന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും കൊള്ളാം. പിന്നെ പൊളിയാണ് പടം. കൊള്ളാം, എടുത്തു പറയാൻ എന്താണ്, എടുത്തു പറയാനൊന്നുമില്ല. കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. പടം ഒരു ആവറേജ്. മിക്കവാറും അടുത്ത പടത്തിലേക്കായിരിക്കും, ലൂസിഫർ 3-ലായിരിക്കും വല്ലതും വലുതായിട്ട് വരാൻ. ഇതൊരു കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി. ഇടയ്ക്ക് ഹൈസും ലോസും ഉണ്ട്, അത്രേ ഉള്ളൂ. കണ്ടിരിക്കാം, മേക്കിങ്ങിൽ ഭയങ്കര അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. സൂപ്പറാണ്. മോഹൻലാലിന്റെ ആക്ടിങ് പ്ലസ് പൃഥ്വിരാജ് ഡിറക്ഷൻ അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ എടുത്തു വിഷ്വൽ ട്രീറ്റ്, കാരണം പല ലൊക്കേഷൻ നമുക്കൊരു ഹോളിവുഡ് ഫിലിം എക്സ്പീരിയൻസ് വരുന്നുണ്ട്. ദാറ്റ് ഇസ് ഗുഡ്. പിന്നെ ബാക്കി സസ്പെൻസ് കളയാൻ പാടില്ലല്ലോ. സോ കീപ് ദാറ്റ്. തീർച്ചയായിട്ടും കാണാം. തിയേറ്റർ മസ്റ്റ് ആടാ, തിയേറ്റർ മസ്റ്റാ. ഓക്കെ, താങ്ക് യു.